എന്നിട്ട് ഇപ്പൊ എന്താ പാട് വണ്ടി? വണ്ടി പോരടാ, അത് മാത്രല്ല വിലയും കൂടുതലാന്നാ എല്ലാരും പറഞ്ഞത്. അനക്കത് കിട്ടണം, ഇന്നെ കൂട്ടാതെ പോയതല്ലേ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, ഏതൊരു മുതൽ കച്ചവടം ചെയ്യുമ്പോഴും പരമാവധി നമ്മളവരെ ചടപ്പിക്കണം. അല്ലാതെ അവര് പറഞ്ഞ വിലക്ക് എടുത്തുകൊണ്ട് പോരില്ലല്ലോ. അതെങ്ങനെ? വെറുതെ അതിന് ഓരോരോ കുറ്റങ്ങൾ പറയാ, അത് കേടാണ് ഇത് കേടാണെന്നൊക്കെ പറയാ. അപ്പൊ അവര് വില കുറച്ച് തരൂ. ഞാൻ കണ്ടില്ലേ, ആ കാര്യത്തിൽ ഭയങ്കര കണ്ണിങ്ങാ. ആരപ്പ മിക്സ് ഇട്ടിരുന്നേ? വിൽക്കാളാണാവോ? ഏയ്, ആ മിക്സി കൊടുക്കാളാ? ആമാ. ഇയാളെടുത്ത് മിക്സി ചുള്ളു വിലക്കാൻ മേടിച്ചരാ. കണ്ട എങ്ങനെ കച്ചവടം ചെയ്യുന്നുള്ളത്. അതിന് എത്ര തരണം? ഇത് 1000 രൂപ. ഇതിന് 1000? നോക്കട്ടെ. ഇത് മൊത്തത്തിൽ കണ്ട അവിടെയൊക്കെ പോയി. ഓ, ഇത് സ്വിച്ചൊക്കെ കേടാണ്ടാ. ഇത് മൊത്തം പോയി കിടക്കല്ല. ഇത് നല്ല മിക്സി, അപ്പഴൊന്നും ആകാതെ. ആര് പറഞ്ഞു? ഇത് മൊത്തം കത്തിപ്പോയിക്കണേ. ഇത് എവിടെ നിങ്ങൾക്ക് കിട്ടേ? ഒരാള് തന്നത്. പാക്കറത്തേക്ക് നല്ല മനസ്സാ. ആൾക്കാർ കാണുന്ന മാതിരിയല്ല, പറ്റിക്കോ. ഒരു കാര്യം ചെയ്യ്, ഒരു 200 ഉറുപ്പ്യാണ്ട് തരാം ലാസ്റ്റ്. എന്തേ? വേണ്ട വേണ്ട, നമ്മള് ആരും പറ്റിക്കാതെ. അത് കുഴപ്പമില്ല, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ശരിയായിക്കോളാം. വേണ്ട വേണ്ട, അന്ത സാബ് നമുക്ക് വേണ്ട. ഞാൻ അയാൾക്ക് തന്നെ തിരുമ്പി കൊടുപ്പേ. അല്ല കുഴപ്പമില്ല, ഞാൻ നേരെ ആയിക്കോളാം. ലാസ്റ്റ് ഒരു 300 ഉറുപ്പ്യ തരാം. വേണ്ട വേണ്ട, അന്താൾക്ക് ഞാൻ കൊടുത്ത് 2 വർത്താനം പറഞ്ഞിട്ട് വരാ. എങ്ങനെയുണ്ട്? അത് പോട്ടെ, ചിലത് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് വേണ്ട, പാക്കറത്തേക്ക് നല്ല മനസ്സാ. തൊപ്പി എല്ലാമേ ഇരിക്ക്. ആരാ അണ്ണാ എന്നോടത്തൊക്കെ പറഞ്ഞത്? അത് നല്ല മിക്സി. 2 പിള്ളകൾ ചൊല്ലി, അവർക്ക് ഇതേപ്പറ്റി നല്ല തിരിയും. എനിക്ക് വേണ്ട. ഇത് എന്ത് കച്ചവടക്കാരനാണ്? ഒരു മര്യാദ വിലയൊക്കെ പറയണ്ടേ? ഇങ്ങനെ ഉണ്ടാവില്ല. ആ, അന്ത പിള്ളை. കള്ള ഹംക്ക, ഈ പണി കൊടുത്ത് സ്വന്തം ബാപ്പാക്കും പണി തരാനാടാ. നിക്കട ഹംക്ക അവിടെ.